സെർവൻറ്റ്ഹുഡ് ആൻഡ് ആങ്കർ. ദാസത്വവും ദേഷ്യവും, അത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദാസത്വം എടുക്കുന്നവന് ദേഷ്യം എടുക്കാനൊക്കത്തില്ല. ഏത് ദാസനാണ് യജമാനനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? സാധിക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ സ്ലേവ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഏറ്റവും സ്ലേവ്സ് എന്ന് ചിന്തിക്കുമ്പം എബ്രഹാം ലിങ്കൻ്റെ കാലത്തൊക്കെ അമേരിക്ക സ്ലേവ് ട്രേഡിങ് വാസ് വെരി കോമൺ. അപ്പം പാവം പിടിച്ച ആഫ്രിക്കൻസിനെ കൊണ്ടുവന്ന് അവർ വില കൊടുത്ത് വിൽക്കുകയാണ്. $10, $5, $1 ഇങ്ങനെയൊക്കെ വില പറഞ്ഞ് വിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അവർക്ക് they have no voice. ഒരു ദാസനായവൻ ഉടമസ്ഥനോട് ഒരക്ഷരം മിണ്ടാനൊക്കത്തില്ലായിരുന്നു. ചിലയിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ അമ്മയുടെ കയ്യിൽ നിന്ന് മക്കളെ പിടിച്ചു മാറ്റി വെച്ച് അമ്മയെ മാത്രമായിട്ട് ഓപ്ഷൻ ചെയ്ത് കൊടുക്കും. അമ്മ നിലവിളിച്ച് കരയുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന്. അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ക്രൂരതയ്ക്ക് ഒരു കുഴപ്പവും. മനുഷ്യൻ എന്തും ചെയ്യും ദൈവമില്ലെങ്കിൽ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് സെർവൻറ്റ്ഹുഡ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ തിങ്. അപ്പം സെർവൻറ്റ്ഹുഡിന് ഓപ്പോസിറ്റാണ് ആങ്കർ. നീ എപ്പോൾ ദാസ്യരൂപം എടുക്കുന്നോ അവിടെ ദേഷ്യമില്ല. എപ്പോൾ നീ ദാസനായിട്ട് നിന്നെ തന്നെ കാണുന്നോ അവിടെ ദേഷ്യം ഉണ്ടാകത്തില്ല. അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ സ്വന്തം ദൈനംദിന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പം നമ്മൾ ഒരാളെ വേലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ ജോലിക്ക് നിർത്തുക, അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ദേഷ്യമായിട്ട് പറഞ്ഞാലും അവർ തിരിച്ചൊന്നും പറയില്ല. പിന്നെ അവർ വന്നില്ലെന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ തിരിച്ച് പറയത്തില്ല. കാരണം തിരിച്ച് പറഞ്ഞാൽ അവർ പിന്നെ വരണ്ടെന്ന് നമ്മൾ പറയും. വരത്തില്ല. കാരണം അവരുടെ സ്ഥിതി വ്യത്യാസമുണ്ട്. എന്നാൽ യേശു എന്താ പഠിപ്പിച്ചത്? വി ആർ ആംഗ്രി വെൻ വി ആർ ഹേർട്ട്. നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ആൻഡ് വി ആർ ആംഗ്രി വെൻ വി ആർ ടോൾഡ് ടു ഡു വട്ട് വി ഡോണ്ട് ലൈക്ക് ടു ഡു. അതായത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ശരി, അമ്മയപ്പന്മാർ മക്കളോട് പറയും, എടാ പോയിരുന്ന് പഠിക്കടാന്ന് പറയും. അന്നേരം അവർക്ക് ഇതിൻ്റെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മൊബൈലിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പഠിക്കാൻ പറഞ്ഞു. അവരൊരു നോട്ടം നമ്മളെ നോക്കും. മക്കളോ കൊച്ചുമക്കളോ ആയിക്കോട്ടെ, അവരൊരു നോട്ടം നോക്കും. ആ നോട്ടത്തിനകത്ത് അർത്ഥം എന്തുവാ? നീ ആരാ എന്നോട് പറയാം, ഞാനിപ്പോൾ ഇത് കളിക്കാണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ടു നോ ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് ആങ്കർ ഇൻ us. അത് ചെറുപ്പം തൊട്ട് കൊച്ചിലെ തൊട്ട് 3 മാസമായ കുഞ്ഞുങ്ങളിൽ പോലും ഒരു 3-6 മാസം ആകുമ്പോൾ ഒരു കുഞ്ഞിനെ ഒരു മൊബൈൽ കൊടുത്തു വെച്ചാൽ അതിൻ്റെ ഒന്നും തിരിച്ചു വാങ്ങിച്ച് നോക്കി എന്തോ ഒരു കരച്ചിലായിരിക്കും അത്. അപ്പോൾ ഈ ആങ്കർ എൻ്റെ ഇഷ്ടം നടക്കാത്തപ്പോഴേലും എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ആങ്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേഷ്യമെന്ന് പറയുന്ന ഒരു തരത്തിൽ പ്രൈഡ് തന്നെ, അഹങ്കാരം തന്നെയാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ഹനിച്ചോ എനിക്ക് നിന്നോട് ദേഷ്യമാണ്, ഒക്കെ എങ്ങനെ തിരിച്ച് 2 അടിയും കൂടെ തരും. അതാണ് നമ്മൾ. അപ്പം വി ആർ നോട്ട് ജഡ്ജ്ഡ്. നമ്മൾ ഈ അഹങ്കാരം വന്നിട്ട് അല്ലെങ്കിൽ ഞാനെന്ന ചിന്തയിൽ എൻ്റെ ഇഷ്ടത്തിന് ഹനിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് യു കനോട്ട് ബി ആംഗ്രി ബിക്കോസ് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ഹാവ് ടോട്ട് യു. ജീസസിൻ്റെ കമാൻഡ്സിനകത്തൊന്നാണ് ഡു നോട്ട് ബി ആംഗ്രി, യു ബീൻ എ സെർവൻറ്റ് ടു അതേഴ്സ്. മത്തായിയുടെ സുവിശേഷം 16:24 ഇങ്ങനെയാണ് വായിക്കുന്നത്. 24 പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ്? If anyone would come after me, let him deny himself and take up the cross and follow me. അതായത് വീണ്ടും ഒന്നും കൂടെ വായിക്കുക, ഇച്ചിരി പാടാണ് എനിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്കും ചെയ്യാൻ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. എൻ്റെ പുറകെ വരണമെങ്കിൽ നിനക്കൊരു ചെറിയ ക്രൂശ് ഭൂമിയിലുണ്ട്. പാപം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പനും മക്കളും സന്തോഷിക്കാൻ നമ്മളെ സൃഷ്ടിച്ചതാണ്. നമ്മൾ പാപം കൊണ്ട് ദൈവം തന്ന സകല അനുഗ്രഹങ്ങളും മറുത്ത് നിന്നതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് വിട്ട് തള്ളപ്പെട്ടുപോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീസസ് ഗോസ് ടു ദ ക്രോസ് ടു ഡൈ ഫോർ അതേഴ്സ്. ക്രിസ്തു ക്രൂശുമരണം ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ ആവശ്യത്തിനല്ലായിരുന്നു, എനിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. അതാണ് ആ സെർവൻറ്റ്ഹുഡ് എന്ന് പറയുന്നത്. അത് ഈ നമ്മൾ യെശയ്യായിനകത്ത് വായിക്കുന്നുണ്ട്, 6 നിശ്ചയ 6
ആരെനിക്ക് വേണ്ടി പോകുമെന്നൊരു ചോദ്യം ചോദിക്കുന്നു. ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പിതാവ് പുത്രൻ തമ്പുരാൻ പറയുന്നു, എന്നെ അയക്കുക, ഞാൻ പൊക്കോളാം എന്ന്. അതൊരു ചോദ്യം, ഒരു ഉത്തരം. ചിലർ പറയും യെശയ്യാവിനെ വിളിച്ചു മാറ്റിയാണെന്ന് പറഞ്ഞു. യെശയ്യാവിനെ വിളിച്ചു മാറ്റിയതായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്തരാത്മാവ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സ്വർഗത്തിലെ സംഭാഷണമാണ്. ആര് പോകും എനിക്ക് വേണ്ടി? പിതാവ് ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ പ്രായമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വയ്യാകുമ്പോൾ നമ്മൾ ചോദിക്കുമോ ആര് പോകും എനിക്ക് വേണ്ടി എന്ന് ചോദിക്കുന്നതാണ്. ദൈവം തമ്പുരാൻ പുത്രൻ പറയുന്നത് ഞാൻ പോകാമെന്ന്. അങ്ങനെ കാലത്തെ യേശുക്രിസ്തു പുത്രനായിട്ട് വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തെ മാറ്റിയത് തന്നെയല്ല, നമുക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ഗണത്തിലാക്കി പിതാവിനോട് അടുപ്പിക്കാനാണ്. അതാണ് ഈ യെശയ്യാ 6 തന്നെ ഞാൻ വായിക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? 6 നമുക്ക് വേണ്ടി പോകും, പ്ലൂറലാണ്. ദൈവം ചോദിക്കുന്നു ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് എന്ന് ചോദിച്ചതിന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ യെശയ്യാവിനെ മാറ്റിക്കൊണ്ട് ഇതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാനും പുത്രൻ തമ്പുരാനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഭൂമിയിലോട്ട് വിട്ടത്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മക്കളെ നമുക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പം എന്തുമാത്രം തീഷ്ണതയോടുകൂടി നമ്മളത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യും. ഒക്കുമെങ്കിൽ നമ്മൾ ആളിനെ വിളിച്ച് പറയും, അവർക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കും, അവർ പോകുന്നതിന് മുമ്പ് വഴി നിരപ്പാക്കാൻ നോക്കും, എന്തെല്ലാം നമ്മൾ ചെയ്യും. അതുതന്നെയല്ലേ ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്നിട്ടത് മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് എവിടെയാണ് സെർവൻറ്ഹുഡ് ക്യാരക്ടർ ഉള്ളത്? മാർക്കോസിൻ്റെ സുവിശേഷം 10:44 നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിന് എല്ലാവരും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാനുമാണ് വന്നത്. കർത്താവ് കാണിച്ച എക്സാമ്പിൾ എന്തുവാ? എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദാസവേല ചെയ്യാൻ. അത് നമ്മുടെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിൻ്റെ എക്സാമ്പിൾ അതാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് നിർബന്ധമാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടാം. പക്ഷെ പല പ്രാവശ്യം നമ്മൾ കേട്ട് ദൈവം ഈ ഒരു വിഷമസന്ധിയിൽ യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പ സാവകാശം കിട്ടും. നമ്മൾ യേശുവിനെ പോലെ ക്രമേണയെങ്കിലും യേശുവിനെ പോലെ ആയിത്തീരുന്നുള്ളതിന് സംശയമില്ല. വാട്ട് കൈൻഡ് ഓഫ് ആങ്കർ ജീസസ് ഈസ് പ്രൊഹിബിറ്റിംഗ്? എന്ത് തരത്തിലുള്ള ദേഷ്യമാണ് ദൈവം ഒരിക്കലും ഉണ്ടാകരുതെന്ന് പറയുന്നത്? Anger is a strong feeling of displeasure, including contempt and hostility that seek expression in murder or prerogative name calling. അതായത് എങ്ങനെയുള്ള ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മളിൽ വേറൊരു വൈരാഗ്യം കൊണ്ട് പൊങ്ങി വരും. അത് പിശാചാണ്. അത് പൊങ്ങി വന്നിട്ട് നമ്മളോട് ദേഷ്യപ്പെടുന്നവനെ കൊല്ലണമെന്നും അല്ലെങ്കിൽ അവനെ കുറേ അപകീർത്തിതമായ കുറേ ചീത്ത വാക്കുകൾ വിളിച്ച് അവനെ അപമാനിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകാറില്ലേ? Any anger that forces you to take revenge and retaliation is liable to judgment from God. ഏതൊരു കാര്യവും നമ്മൾ തന്നെത്താനെ എനിക്കവന് പകരം കൊടുത്തിട്ടേ ഉള്ളൂ. പലപ്പോഴും പറയത്തില്ല, നീ നോക്കിക്കോ അടുത്ത വർഷം ഈ സമയത്തിന് ഞാനത് ചെയ്തിരിക്കും എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരുടെ വാകളെ സൂക്ഷിക്കണം. നമ്മൾ നാവ് കൊണ്ട് എന്തെങ്കിലും പറയുന്നത് നമ്മൾ ചെയ്തില്ലേ പോലും പിശാച് അത് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ദൈവത്തിൻ്റെ സെർവൻറ്ഹുഡ്, ആ ദേഷ്യ സ്വഭാവമുള്ളവർ, കർത്താവേ നിൻ്റെ ആ ദാസ്യ സ്വഭാവം, ഈ ദാസ്യത്വം എന്ന് പറയുന്ന ഒരു അപമാനമായിട്ട് നമ്മൾ കാണാതെ ഒരു നല്ല ക്യാരക്ടറായിട്ട് യേശുവിൻ്റെ സ്വഭാവമായിട്ട് സ്വീകരിക്കാനുള്ള ഹൃദയം വരുമ്പം അത് മാറും. അതിനകത്ത് അവസാനമായിട്ട് ഇങ്ങനെയാണ്, ദ വൈൻ ഈസ് ദ സോഴ്സ് ഓഫ് സ്റ്റില്ലിങ് ദ ഫോഴ്സസ് ഓഫ് ആങ്കർ. അതായത് എന്നിലുണ്ടാകുന്ന ആങ്കറിനെ ദേഷ്യത്തിനെ നിർത്തണമെങ്കിൽ ഞാൻ മുന്തിരിയോട് പറ്റിയിരിക്കണം. അതെന്നെ അല്ലാതെ ടച്ച് ചെയ്തു. അതായത് നമ്മളിൽ ഒരു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം നമ്മൾ വിചാരിച്ചാൽ നീങ്ങൂല. പക്ഷേ ഞാൻ മുന്തിരിയാകുന്ന ക്രിസ്തുവിലോട്ട് ഒട്ടി അങ്ങ് ചേർത്ത് വെച്ചിരിക്കുന്നതിനാൽ അവനിൽ നിന്ന് വരുന്ന ജീവൻ, അവൻ്റെ ജീവൻ ഇങ്ങനെ പുറത്തോട്ട് പൊങ്ങി വരുമ്പം നമ്മളിലുള്ള അഴുക്ക് സ്വഭാവം ആദ്യം പുറത്ത് കളയും. അതാണ് ക്ലെൻസിങ് ഫ്രം ഇൻസൈഡ്. അത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്. ദ ഡിമാൻഡ് നോട്ട് ടു ബി ആംഗ്രി ഈസ് റാഡിക്കൽ. And we can't do it with our own power. Becoming angry is not something we can do in our own power. അതായത് നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മുടെ ശക്തിയല്ല, ഏതോ ഒരു ശക്തി നമ്മളെ ഭരിക്കുന്നതാണ്. Becoming angry is a choice we make.
അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ഞാൻ ദേഷ്യം എനിക്ക് ഒരു പിശാച് എന്നിൽ കയറി അല്ലെങ്കിൽ എൻ്റെ വികാരം വന്ന് ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് അവകാശം ഉണ്ടെന്ന് പറയും. അത് ചെയ്യരുത്. ഇറ്റ്സ് എ ഫ്രൂട്ട് ഓൺ ദ ബ്രാഞ്ച് ഓഫ് അവർ ലൈഫ്സ്. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വൈൻ ആർ വി പാർട്ട് ഓഫ് ആൻഡ് ഹൂസ് ഫ്രൂട്ട് വിൽ ബി ബെയർ. അതായത് ഈ ദേഷ്യമെന്ന് പറയുന്നത് ഒരു ഫലമായിട്ട് പൊങ്ങി വരുന്ന, അപ്പം ഫലം പൊങ്ങിയത് അഴുക്ക് വേറെ അടുക്കി നിന്നിട്ടാണ്. കയ്പുള്ള വൃക്ഷത്തിൽ കയ്പ് പാവയ്ക്ക കയ്പേ ഉണ്ടാകത്തുള്ളൂ, അതിൽ മുതിരവെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേര് ശരിയല്ലെങ്കിൽ വേര് മാറിയാൽ ഫലവും മാറുമെന്നേ. അപ്പോൾ വേര് ശരിയല്ലെന്നുള്ളത് മനസ്സിലാക്കുക. ദ ഡിമാൻഡ് ഓഫ് ജീസസ് ഈസ് നോട്ട് ടു ബി ആംഗ്രി ബട്ട് ടു അബൈഡ് ഇൻ ഹിം ആസ് അവർ വൈൻ. അതായത് കർത്താവ് പറയുന്നത് ഡിമാൻഡ് ചെയ്യണം, അധികാരത്തോടെ യേശു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിക്കാത്തവൻ നശിച്ചു പോകും. എന്നിൽ കൂടാതെ നിങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാക്കാനൊക്കത്തില്ല. ആ സത്യങ്ങളൊക്കെ തലയിൽ ഇങ്ങനെ എന്ന് അടിച്ചു കേൾപ്പിക്കണം. Whoever abides in me and I in him, he that remains will bear much fruit. For apart from me you can do nothing. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത് ആദ്യമേ വർഷങ്ങൾക്ക് മുമ്പ് ഇതെൻ്റെ തലയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനൊരു വാക്യം വചനത്തിനകത്ത് ഇത്ര അർത്ഥമുണ്ടോ, മനസ്സിലാക്കിയില്ലെന്ന്. ഇന്നത് ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അത് ചെറുപ്രായത്തിൽ അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മെച്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. 15:5 പറയുന്നത്, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കർത്താവ് എന്താ കാണിച്ചത്? കർത്താവ് ക്രൂശുമരണത്തിന് മുമ്പ് പെസഹായുടെ ദിവസം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കാലുകൾ കഴുകിക്കൊടുത്ത ഏക വിശുദ്ധ പുത്രൻ യേശു ക്രിസ്തു മാത്രം. അതാണ്, അവിടെ ആങ്കർ ഇല്ല. അവരുടെ കാല് കഴുകി കൊടുത്തപ്പം അവരിലാണ് രൂപാന്തരം വന്നത്. കാല് കഴുകി കൊടുത്ത യേശു തൻ്റെ സ്വഭാവം കാണിച്ച് അത് തന്നെ ചെയ്യാനാണ് ദൈവം നമ്മളോടും പറയുന്നത്. ആങ്കർ ഈസ് ഡേഞ്ചറസ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ദേഷ്യമെന്നത് എങ്ങനെ കയറിയെന്ന് എങ്ങനെ വന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എല്ലാവരിലും ഉണ്ട്. ചിലരത് പുറത്ത് കാണിക്കും, ചിലർ കാണിക്കത്തില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ നീ ഞങ്ങളോട് പറയുന്നത് അത് ദുഷ്ടവേരിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്, നിന്നിൽ നിന്നല്ലെന്ന്. അപ്പം പിന്നെ അത് വേരോട് പറിച്ച് കളഞ്ഞേ പറ്റും. നാഥൻ അത് ചെയ്യാതെ ഞങ്ങൾക്ക് ഇത് ദേഷ്യം ഉണ്ടെന്നും ദേഷ്യം പാപമാണെന്ന് പോലും മനസ്സിലാക്കാൻ ടൈം എടുക്കുന്ന കർത്താവേ, ഈ ദേഷ്യ സ്വഭാവത്തെ ഞങ്ങളിൽ നിന്ന് വേരോട് പറിച്ചെടുത്ത് കളഞ്ഞിട്ട് പകരം ദൈവത്തിൻ്റെ സെർവൻറ്റ്ഹുഡ്, അതായത് ദാസ്യ സ്വഭാവം, ദൈവം എന്തു പറയുന്നു അത് ഞാൻ ചെയ്യും എന്ന് വിനയപ്പെട്ട് സമ്മതിക്കാനുള്ള ഹൃദയം തരണം. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. ഞങ്ങളിൽ ആ ജീവിത ശൈലി കാണണം. അല്ല എങ്ങനെയാ വെച്ചാൽ അത് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് കരുണ തോന്നി ഞങ്ങൾക്ക് നിൻ്റെ പുതിയ വിത്തിട്ട് തന്ന് നീയാകുന്ന മുന്തിരിയിലേക്ക് ഞങ്ങളെ വെച്ച് കെട്ടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. അപ്പോൾ ഞാനത് ചെയ്തേ പറ്റൂ. അതിനത് ചെയ്യുമ്പോൾ ഞങ്ങൾ പിന്നെ നിറച്ചു ഫലം കായ്ക്കും. ഫലം കായ്ക്കുന്നതെല്ലാം പിന്നെ നല്ലതുമാണ്. നല്ല വൃക്ഷത്തെ നല്ല ഫലം കൊണ്ട് അറിയണം. അങ്ങനെ ഞങ്ങളെ നല്ല ഫലമുള്ളവരാക്കി മാറ്റണം. ഇന്നു മുതൽ ദൈവത്തിൻ്റേതല്ലാത്തതായ അൺറൈച്വസ് ആങ്കർ, അതായത് ദേഷ്യം വന്നിട്ട് ഒരാളെ കൊല്ലണമെന്നും അവരെ ഇല്ലാതാക്കണമെന്നും അവർക്ക് വിപരീതമായിട്ട് അപകീർത്തികരമായിട്ടുള്ള ദൂഷ്യമായ കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്ന സ്വഭാവം ഞങ്ങളിന്ന് എടുത്തു കളഞ്ഞിട്ട് നിൻ്റെ വിശുദ്ധ കൃപ കൊണ്ട് നിറച്ച് ദാസ്യ സ്വഭാവം ഞങ്ങൾക്ക് ഇട്ടുതരണമേ. അന്നുള്ള കുരിശ് മാത്രം എടുക്കാൻ നീ പറയുന്നുണ്ടല്ലോ. നീ ഞങ്ങളുടെ വലിയ പാപത്തെ ഏറ്റെടുത്തതിനാൽ അന്നു വരുന്ന പാപങ്ങളെ കർത്താവെ നിൻ്റെ ക്രൂശിന്മേൽ കൊണ്ടുവച്ച് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി പക്ഷേ ആ നദി അവിടുന്ന് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന് ഞങ്ങളെയും തലമുറകളെയും മുന്തിരിയാകുന്ന നിന്നോട് വെച്ച് കെട്ടി തോട്ടത്തിൻ്റെ ഉടമസ്ഥനാകുന്ന പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.